36ാമത് തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഒരുക്കിയിട്ടുള്ള മീഡിയ ഹബ്ബാണ് ഇതായി കാണുന്നത്. പ്രധാന വേദിയായിട്ടുള്ള ടൗൺ ഹാളിൻ്റെ മുന്നിൽ തന്നെയാണ് മീഡിയ ഹബ്ബ് ഒരുക്കിയിട്ടുള്ളത്. മീഡിയ ഹബ്ബ് നമുക്കൊന്ന് കാണാം. കാരണം 4 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ വളരെ വലിയൊരു പങ്കാണ് ഈ മീഡിയ ഹബ്ബ് വഹിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ കലോത്സവത്തിൽ പങ്കാളികളാകുന്ന കുട്ടികൾക്കൊക്കെ അവരുടെ വിജയം, അവരുടെ ആ ഒരു സന്തോഷം പങ്കുവെക്കാനുള്ള ഒരു വേദി കൂടിയാണ് ഈ മീഡിയ ഹബ്ബ്. ഇവിടെ വൈഫൈ സൗകര്യവും അതുപോലെ ഫാൻ സൗകര്യവും ഇരിക്കാനുള്ള കസേരകളും ഒക്കെ ആയിട്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല ഒരു വേദി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് പ്രധാന വേദി പോലെ തന്നെ, അതായത് മത്സരങ്ങൾ നടക്കുന്ന വേദി പോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും സാധിക്കില്ലല്ലോ. അപ്പോൾ ഈ ഒരു വേദിയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ സ്റ്റേജിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് പോലെ വീഡിയോ എടുക്കുന്നത് പോലെ ഇവിടെ പെർഫോം ചെയ്യാനും അത് പകർത്താനുമുള്ള ഒരു സൗകര്യമുണ്ട്. മാത്രമല്ല ഈ 1, 2, 3 സ്ഥാനങ്ങളിലൊക്കെ എത്തുന്ന കുട്ടികൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫർ എല്ലാ സമയവും ഉണ്ട്. അപ്പോൾ അദ്ദേഹം അവരുടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഈ മീഡിയ ഹബ്ബിൽ ഒരുക്കിയിട്ടുള്ളത്. സദാസമയം വൈഫൈ ഉള്ളതുകൊണ്ട് തന്നെ അത് അപ്ലോഡ് ചെയ്യാനായിട്ടും ഒക്കെ മീഡിയ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് ചെയ്യാനായിട്ട് സാധിക്കും. മീഡിയ പ്രവർത്തകർക്കാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഗുണകരമാണ്. കാരണം വിന്നേഴ്സ് ആവുന്ന കുട്ടികളും ഇവിടെ എത്തുന്നുണ്ട്. മാത്രമല്ല ഇതുപോലുള്ള സൗകര്യങ്ങൾ, ടെക്നിക്കൽ സപ്പോർട്ടും ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇരിക്കാനായിട്ടും ഈ ഒരു വെയിലുള്ള സമയമാണെങ്കിൽ പോലും വിശ്രമിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ എന്ന് പറയാം. അപ്പോൾ വിജയം കൈവരിച്ചിട്ടുള്ള കുട്ടികൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു സന്തോഷം പങ്കിടാനുള്ള ഒരു അവസരം കൂടിയാണ്. അതുപോലെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. അവർക്ക് അവനവന് വേണമെങ്കിൽ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇതുപോലെ വേദിക്ക് മുന്നിൽ നിന്ന് എടുക്കാവുന്ന രീതിയിലുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു തണൽ ഒരുക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് നേരം നമുക്ക് നമ്മുടെ ആ ഒരു വിജയം ഒരുമിച്ച് സന്തോഷത്തോടു കൂടി പങ്കിടാനുള്ളൊരു അവസരം കൂടിയാണ് ഈ മീഡിയ ഹബ്ബ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മീഡിയ ഹബ്ബിലെ വിശേഷങ്ങൾ കേൾക്കാം. സംഘാടക സമിതി വൈസ് ചെയർമാൻ ആയിട്ടുള്ള സുരേഷ് സാറുണ്ട്. അപ്പോൾ ഈ ഒരു മീഡിയ ഹബ്ബിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? നല്ല നിലയിലായിരുന്നു മീഡിയ ഹബ്ബ്. നമ്മളന്ന് 2022 ഇവിടെ ആരംഭിച്ചേക്കാളും കൂടുതൽ നന്നായി ചെയ്യാൻ പറ്റി. പ്രത്യേകിച്ച് TCV ന്യൂസ് എല്ലാ ദിക്കിലും നല്ല ഇതിലുണ്ടായിരുന്നു. ഓരോ ദിക്കുകളിൽ കഴിയുമ്പോഴും എല്ലാവരും മീഡിയ ഹബ്ബിലേക്ക് ഇന്നലെ രാത്രി 11:30 കഴിഞ്ഞപ്പോൾ അപ്പോൾ എല്ലാ ദിവസവും എല്ലാവരുടെയും വരുന്നുണ്ട്. അതുമാതിരി എല്ലാ പത്രങ്ങളും മാക്സിമം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അതിനു വേണ്ടി പ്രത്യേക ഫോട്ടോഗ്രാഫറും കാര്യവും വെച്ചിട്ട് അതും ചെയ്യുന്നുണ്ട്. ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വരാൻ. അപ്പോൾ നല്ല നിലയിൽ തന്നെ മീഡിയ ഹബ്ബ് ഇവിടെ ഇപ്പോൾ 3 ദിവസമായിട്ടും നമ്മൾ 4 ദിവസത്തിൽ അവസാനത്തെ 3 ദിവസമാണ് ടൗൺ ഹാളിൽ ഉണ്ടായിരുന്നത്. ഇവിടെ അമ്മന്നൂർ രജനീഷ് ചാക്യാരാണ് ഈ ഹബ്ബിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. നല്ല നിലയിൽ മീഡിയ ഹബ്ബിൽ എപ്പോഴും ഫുള്ളായിട്ട് ആൾക്കാർ വരുന്നു. എല്ലാവർക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും കമ്മാറ്റി സംഘാടക സമിതി ചെയ്തു വരുന്നുണ്ട്. നല്ല പ്രവർത്തനമാണ് ചെയ്തു വന്നതാണത്. അതുമാതിരി TCVക്കാർ എല്ലാ 22 വേദികളിലും ഓടി നടന്ന് ചെയ്യണത് നല്ലൊരു മെസ്സേജും നല്ലൊരു പബ്ലിസിറ്റിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലും സന്തോഷമുണ്ട്. മീഡിയ ഹബിൻ്റെ കൺവീനറാണ് ജോബി മാഷ്. നമ്മൾ ഒരു വളരെ തിരക്കുള്ളൊരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഈ ഒരു മീഡിയ ഹബ്ബ് അല്ലേ. പ്രധാന വേദിക്ക് അരികിൽ തന്നെയുള്ള ഈ വേദിയിൽ വന്നു കഴിഞ്ഞാൽ, വേദി എന്ന് പറയാൻ തോന്നും കണ്ടു കഴിഞ്ഞാൽ, മീഡിയ ഹബ്ബിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും തിരക്കാണ്. എങ്ങനെയുണ്ടായിരുന്നു കലോത്സവം തീരാറാവുമ്പോൾ മീഡിയ ഹബിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണാൻ? തീർച്ചയായിട്ടും ഇതൊരു റിഹേഴ്സലായിട്ട് തന്നെ പരിഗണിക്കണം. കാരണം സ്റ്റേറ്റിലും മീഡിയയുടെ ചാർജ് ഉണ്ട്, ജോയിൻറ്റ് കൺവീനർ കൂടിയായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു മുന്നൊരുക്കമാണ് നമ്മളിവിടെ നടത്തിയത്. ഉദാഹരണമായിട്ട് നമ്മൾ ഈ വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അവിടെ സ്റ്റേജിൽ കഴിയുമ്പോൾ അവിടെ വെച്ച് ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് നമുക്കറിയാം, തട്ടോട് കൂടിയിട്ടുള്ള ഒരു മിനിയേച്ചർ തന്നെയാണ് ആ വേദിയുടെ. അപ്പോൾ ആ മിനിയേച്ചർ വേദിയിൽ നമ്മളിവിടെ ആ ഒരു സംവിധാനം ഒരുക്കി. ഒപ്പം തന്നെ ഇൻഡിവിജ്വൽ ഫോട്ടോസ് നമ്മൾ സെപ്പറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബാബുരാജ് പുറത്തിശ്ശേരി, ഇദ്ദേഹം അവിടുത്തെ സീനിയർ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർ കൂടിയാണ്. ബാബുരാജനാണ് നമുക്ക് ഫുൾ ടൈം നമ്മുടെ കൂടെ നിന്നത്. ഒപ്പം തന്നെ നമ്മളിത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈഫൈ സൗകര്യം ഉൾപ്പെടെ ഇവിടെ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. കുടിവെള്ള സൗകര്യങ്ങൾ അങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ. ഇപ്പോൾ രാത്രി 11:30 വരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ടുള്ള ലൈറ്റിംഗ് സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ സംസ്ഥാന കലോത്സവം സംഘടിപ്പിക്കപ്പെടേണ്ടതിൻ്റെ ഒരു മുന്നൊരുക്കമായിട്ടാണ് നമ്മളിതിനെ കണ്ടത്. ഞങ്ങളെല്ലാവരും തന്നെ അതിൻ്റെ പുറകിലുണ്ട്, സ്റ്റേറ്റ് നമ്മുടെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ബാബുരാജ് സാർ ഇവിടുത്തെ സീനിയർ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർ കൂടിയാണ്. രാത്രി 10:30 വരെയും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഫോട്ടോ എടുക്കുക. ബാബുരാജ് പുറത്തിശ്ശേരി ചേട്ടനാണ് ഇവിടെ ഫോട്ടോഗ്രാഫർ. നമ്മൾ മീഡിയ ഹബ്ബിൽ എപ്പോഴും ചേട്ടൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും മത്സരങ്ങൾ പല സമയങ്ങളിലാണല്ലോ തീരുക. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ട് ആ കുട്ടികൾ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കും. അപ്പോൾ ഏത് സമയത്താണെങ്കിലും ചേട്ടൻ ഇവിടെ സജീവമായിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു കലോത്സവ അനുഭവം? നല്ല അനുഭവമായിരുന്നു. എന്താണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഫസ്റ്റ് എല്ലാ വ്യത്യസ്ത സ്റ്റേജിലുള്ള പരിപാടികൾ ഫസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കും. ആ പ്രോഗ്രാം കഴിയണമെന്ന് മാത്രം. ഇന്നലെ മറ്റേ ഹൈസ്കൂളിൻ്റെ സംഘം നടത്തം കഴിഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കാൻ വന്നിട്ട് 9:10 മണിയായി. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കുറച്ച് മാത്രമേ ഉണ്ടായുള്ളൂ.
ബാക്കിയൊക്കെ എല്ലാ കുട്ടികളും തന്നെ അതന്നെ, വേറെ ഒന്നും പറയാനില്ല. മീഡിയ ഹബിന്റെ ജോയിന്റ് കൺവീനർ ആണ് സജ്ജി സർ. എങ്ങനെ ഉണ്ടായിരുന്നു കലോത്സവം? ഇപ്പോൾ തീരാറാവുകയാണ്, അപ്പോൾ നമ്മൾ നോക്കി കാണുമ്പോൾ എങ്ങനെയുണ്ട്? നല്ല ലെവലാണ് ഇപ്പോൾ ഇത് പോകുന്നത്. ഇതിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും ദുഃഖവും ഇവിടെയാണ് തീരുന്നത്, ഈ ഹബ്ബിലാണ് തീരുന്നത്. കുട്ടികൾക്കുള്ള സന്തോഷങ്ങൾ അവർ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നതും കാണിക്കുന്നതും മറ്റുള്ളവരെ അറിയിക്കുന്നതും ഈ ഹബ്ബിൽ തന്നെയാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിലും അത് തീർക്കാനും വരുന്നത് ഇവിടെ തന്നെയാണ്. അതിൽ TCVയുടെയും സഹായം കൂടുതലായിട്ടുണ്ട്. നിങ്ങൾക്ക് 1000 നന്ദിയും അഭിനന്ദനങ്ങളും നൽകുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു കലോത്സവം തീരുകയാണ്. അപ്പോൾ 4 ദിവസം നീണ്ടു നിന്ന കലോത്സവം ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മീഡിയ ഹബിൻ്റെ പ്രവർത്തനം വളരെ മികവുറ്റതായി തീർക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് ശരിക്കും വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല സ്റ്റേറ്റ് കലോത്സവത്തിലേക്കുള്ള നേരത്തെ പറഞ്ഞതുപോലെ ഈ ടീം തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇത് ശരിക്കും ഒരു മിനിയേച്ചറാണ്. നമ്മൾ സ്റ്റേറ്റ് കലോത്സവത്തിൽ ഇതിൻ്റെ ഒരു മുന്നോടിയായിട്ട് നമ്മളൊരു പ്രാക്ടീസ് എന്ന് പറയാം അല്ലേ. അത് പ്രാക്ടീസ് എന്തായാലും മനോഹരമായിട്ട് ഗംഭീരമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.